ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ അൺഫിൽറ്റേഡ്. സുഖാലല്ലായിരിക്കും. ഞാൻ വന്നിരിക്കുന്നത് നമ്മളിൽ പലരും നമ്മളെ കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ, തുടയിടക്കിലെ കറുപ്പ് നിറം, അതുപോലെ കക്ഷത്തിലെ കറുപ്പ് നിറം, അതൊക്കെ അല്ലേ. നമുക്കത് എന്താ പറയണ്ടേ, ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാൻ തന്നെ ഒരു മടിയാണ് അല്ലേ. ഇതെങ്ങനെയാ കാണിക്കുക, ഇതെങ്ങനെയാ മാറ്റിയെടുക്കുക എന്നുള്ളൊരു ടെൻഷനായിരിക്കും അല്ലേ. എന്നാൽ ഇതെല്ലാം മാറ്റാനുള്ള രണ്ട് മൂന്ന് സംഗതികളാണ് കേട്ടോ ഞാനിന്ന് പറഞ്ഞിരുന്നത്. നമ്മളെ അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടുന്ന സംഗതികൾ വെച്ച് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല അല്ല. എന്താ വെച്ചാൽ നമ്മളെ സ്വകാര്യ ഭാഗമാണ് അല്ലേ. അപ്പോൾ അവിടെ കയറി കെമിക്കലൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും ലഭിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള നാടൻ സംഗതികൾ ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്താ വേണ്ടേ, നമ്മളെ അടുക്കളയിൽ നിന്ന് തന്നെ കിട്ടുന്ന സംഗതികൾ ഒരു മൂന്നാല് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇതിൽ റിസൾട്ട് കിട്ടുന്നത് നോക്കിയിട്ട് അത് തുടർന്നാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ക്ഷമയാണ് വേണ്ടത് അല്ലേ. നമ്മൾ ഇങ്ങനത്തെ നാടൻ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ അല്ലെ ഒരാഴ്ച കൊണ്ടോ അല്ലെ 2 ആഴ്ച കൊണ്ടോ ഒന്നും മാറില്ല. നമ്മൾ തുടർച്ചയായിട്ട് അത് ചെയ്യണം. നമുക്കത് മാറ്റിയെടുക്കണം എന്നുള്ള ഒരു ഇത് നമ്മളെ മനസ്സിൽ വേണം കേട്ടോ. നമ്മൾ അത് മാറ്റിയിട്ടേ നമ്മൾ അടങ്ങുള്ളൂ എന്നുള്ളൊരു ഇത് വേണം നമുക്ക്. എന്താ പറയണ്ടേ, അത് നമ്മൾ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ ഈ തൊടയെടുക്കിലെ കറുപ്പ് മാറൂല അല്ലെ. അപ്പോൾ അത് തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ക്ഷമയോട് കൂടി ചെയ്താൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 3-4 സംഗതികൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അത് തുടർന്നാൽ മതി കേട്ടോ. ഏതാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ചന്ദനവും എന്താണ് വേണ്ടത്, രക്തചന്ദനവും അതുപോലെ തേനും കൂടി മിക്സ്. രക്തചന്ദനത്തിന്റെ കോല് കിട്ടുമല്ലോ ഇപ്പം നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. പൊടിയെ കാട്ടി ഏറ്റവും നല്ലത് കോലാണ് കേട്ടോ. പൊടിയിൽ പറയാൻ പറ്റില്ല നമുക്ക്, ചിലപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിക്സിംഗ് ഒക്കെ വരും. അതിലും നല്ലത് കോലാകുമ്പോൾ ഒന്നും പേടിക്കണ്ടല്ലോ. കോലിങ്ങനെ ഉരച്ചിട്ട് അതിൽ തേനുമായിട്ട് മിക്സ് ആക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ 15-20 മിനിറ്റ് കക്ഷത്തിലും അതുപോലെ തൊടയെടുക്കിലും ഒക്കെ തേച്ചിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക. രണ്ടാമത്തെ സംഗതി നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു സംഗതിയാണ്. എന്താണ് അറിയോ? പപ്പായ നമുക്കറിയാലേ, സ്കിൻ ഗ്ലോയിങ്ങിന്, സ്കിൻ ബ്രൈറ്റനിങ്ങിന്, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് പപ്പായ നല്ല റിസൾട്ട് തരുന്ന സംഗതിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വകാര്യ ഭാഗത്തും അതുപോലെ കക്ഷത്തിലും ഒക്കെ ഈ പപ്പായ ഉണ്ടല്ലോ, പഴുത്ത പപ്പായ ഉണ്ടല്ലോ, അത് നന്നായിട്ട് തൊലി കളഞ്ഞ് ഒന്ന് കഴുകുക. എന്നാൽ പാലിൻ്റെ ആ ഒരു പാലൊക്കെ ഇതാവുമ്പോൾ നമുക്ക് ചൊറിച്ചലൊക്കെ വരും. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. നല്ല പഴുത്ത പപ്പായനെ തിരഞ്ഞെടുക്കുക കേട്ടോ. പച്ചയിലാവുമ്പോൾ ചിലപ്പോൾ ചൊറിച്ചലൊക്കെ വരും. അപ്പം നല്ല പഴുത്ത പപ്പായനെ തിരഞ്ഞെടുക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ട് തൊലി കളഞ്ഞ് ഒന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. പപ്പായ തനിയെ ഇടാം. നമ്മുടെ വീട്ടിൽ കടലപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടുമ്പോൾ റിസൾട്ട് അടിപൊളിയായിരിക്കും. ഡബിളാണ് കേട്ടോ. പപ്പായ കടലപ്പൊടി അഥവാ കടലപ്പൊടി നമ്മളെ വീട്ടിലില്ലെങ്കിൽ പപ്പായ മാത്രം ചെയ്യാം കേട്ടോ. പക്ഷേ ഈ കടലപ്പൊടിയും കൂടി ഈ പപ്പായൻ്റെ കൂട്ടത്തിൽ കൂടുമ്പോൾ റിസൾട്ട് ഡബിളാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ 15-20 മിനിറ്റ് നമ്മൾ തേച്ചതിന് ശേഷം കഴുകിക്കളയാം. ഈ പപ്പായ നമ്മൾ എന്താ പറയണ്ടേ, തുടയെടുക്കിൽ ചൊറിച്ചലൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത് മാറ്റാൻ ഇത് നല്ലതാട്ടോ ഈ പപ്പായ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താണ്, ചന്ദനാണ്. ചന്ദനം നമുക്കറിയാം അല്ലേ, നല്ല ബ്രൈറ്റനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സംഗതിയാണ് അല്ലേ ചന്ദനം. അപ്പോൾ എന്തൊക്കെ ഈ ചന്ദനം അതുപോലെ തന്നെ കോലാണ് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. പൊടി അഥവാ കോല് കിട്ടുന്നില്ലെങ്കിൽ പൊടി ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും നല്ലത് കോല് ആണ് കേട്ടോ. കോല് നന്നായിട്ട് ഉരച്ചെടുത്തിട്ട് ഈ ചന്ദനം മാത്രവും ചെയ്യാം. പാലും കൂടി മിക്സ് ആക്കുമ്പോൾ ഈ എന്താ പറയണ്ട റിസൾട്ട് ഡബിളാണ്. അപ്പോൾ നമ്മൾ ചന്ദനത്തിൻ്റെ അകത്ത് പാലും കൂടി മിക്സ് ആക്കിയിട്ട്, അഥവാ പാല് ഉപയോഗിക്കാൻ തൊടയെടുക്കലാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. മുഖത്തെല്ലാം ചിലപ്പോൾ പാലിനെ കൊണ്ടുള്ള കുരുക്കളൊക്കെ വരാൻ സാധ്യത. പക്ഷേ ഈ തൊടയെടുക്കലും കക്ഷത്തിലൊന്നും അതിനെ കൊണ്ടുള്ള ഇതില്ലല്ലോ. പാല് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പാല് എന്താ പറയണ്ട, ചിലപ്പോൾ ഓരോരുത്തർക്ക് പാല് എന്താ പറയണ്ട അമ്മമാരെല്ലാം വഴക്ക് പറയായിരിക്കുമല്ലോ പാലും കൂടിയ. പക്ഷെ എടുക്കാൻ പറ്റുമെങ്കിൽ പാലും കൂടി മിക്സ് ആക്കുമ്പോഴാണ് സൂപ്പർ കേട്ടോ. അല്ലെങ്കിൽ ചന്ദനം മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 15-20 മിനിറ്റ് ഇട്ടതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ. പിന്നെ വേറെ ഒരു സംഗതി നമ്മൾ അടുക്കളയിൽ സുലഭമായിട്ട് എന്നും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അല്ലേ. നമ്മൾ അറിയാം, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല അല്ലേ.
ആ അതൊന്ന് തൊലി കളഞ്ഞ് ഉരുളക്കിഴങ്ങ് എന്താക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് നീരെടുത്താൽ മതി, അരച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അതിലേക്ക് കടലമാവ് കൂടി ചേർത്തിട്ട് ഇടുക. നമ്മൾ തൊടിയെടുക്കലും അതുപോലെ സ്വകാര്യ എവിടെയാണോ കറുപ്പ് നിറമുള്ളത് അവിടെയൊക്കെ ഇട്ടിട്ട് 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. ഇതിൽ ഏതാണോ ഇപ്പം ഞാൻ പറഞ്ഞു തന്നതിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അത് തിരഞ്ഞെടുത്താൽ മതി കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ബൈ.